അതൃപ്തി പരസ്യമാക്കി കൗൺസിലർ ആർ ശ്രീലേഖ. മേയറാക്കാമെന്ന് പറഞ്ഞ് അവഗണിച്ചുവെന്ന് ആർ ശ്രീലേഖ. മേയറാക്കുമെന്ന വാഗ്ദാനത്തിലാണ് മത്സരിച്ചത്. മാധ്യമ ചർച്ചകളിൽ തന്നെ അയച്ചിരുന്നത് മേയർ മുഖം എന്ന നിലയിലാണ് എന്നും ആർ ശ്രീലേഖ തുറന്നടിച്ചു. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷന് നിൽക്കാൻ. പക്ഷെ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം, കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം. ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. രാഷ്ട്രീയമാകുമ്പോ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മാറാം. അപ്പൊ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കതിനെ എതിർത്ത് നിന്നുകൊണ്ട് ഓടാ പുല്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടാൻ എനിക്ക് പറ്റില്ല. കാരണം എന്നെ ജയിപ്പിച്ച കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, തുടക്കം മുതൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ്. ആദ്യം എതിർപ്പില്ല, പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു. രാഷ്ട്രീയ പരിചയമുള്ള ഒരാളെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതാണ് പരിഗണിക്കുന്നത് പാർട്ടിയുടെ രീതി. അതൊക്കെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനും മത്സരിക്കാനില്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്കില്ല എന്ന് പറയുകയായിരുന്നു. അപ്പോൾ പിന്നെ ഏത് സ്ഥാനത്തിലാണ് ഇരുത്തുക തുടങ്ങിയ ചർച്ചകളും സജീവമായിരുന്നു. ഇപ്പോഴത്തെ ഈ അതൃപ്തി പുകഞ്ഞു അത് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. എങ്ങനെ ഇതിനെ ബി.ജെ.പി. നേതൃത്വം നേരിടും? മോത്തി തന്നെ പാർട്ടി അവഗണിച്ചു ആർ ശ്രീലേഖ പറയുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ ബി.ജെ.പി. നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പറഞ്ഞതിന് ശേഷം അവഗണിച്ചു എന്ന് തന്നെയാണ് ഈ വരികളിലൂടെ നമ്മൾ വായിച്ചെടുക്കേണ്ടത്. മാത്രമല്ല, വളരെ വ്യക്തമായി തന്നെ ആർ ശ്രീലേഖ പറയുന്നുണ്ട്, തന്നെ കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാനായി ക്ഷണിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ വെറും ഒരു കൗൺസിലറായി ഇരിക്കാൻ വേണ്ടിയല്ല ആർ ശ്രീലേഖയെ കൊണ്ടുവന്നത്, പകരം മേയറാക്കാം എന്ന വാഗ്ദാനത്തോടെ തന്നെയാണ്. അതുകൊണ്ടാണ് ആർ ശ്രീലേഖയെ മേയർ ആണ് ബി.ജെ.പി. ഭരണം നേടിക്കഴിഞ്ഞാൽ മേയർ ആരായിരിക്കും, അല്ലെങ്കിൽ മേയർ ആർ ശ്രീലേഖ ആയിരിക്കും എന്ന ഒരു പ്രൊജക്ഷൻ നൽകി എന്ന് തന്നെയാണ്. അത് ആർ ശ്രീലേഖ തുറന്നു പറയുകയാണ്. കാരണം മാധ്യമ ചർച്ചകളിലുമെല്ലാം തന്നെ ഒരു മുഖമായി അവതരിപ്പിച്ചത് തന്നെയായിരുന്നു. അതിനുശേഷം അവസാനം മേയറെ തെരഞ്ഞെടുക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയപ്പോൾ വി രാജേഷിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ കേന്ദ്ര നേതൃത്വം അങ്ങനെ ഒരു തീരുമാനമെടുത്തു, താൻ അതനുസരിക്കുന്നു. അത് പറയുമ്പോഴും തന്നെക്കാളും, അല്ലെങ്കിൽ വി രാജേഷും മേയർ സ്ഥാനത്തേക്ക് വി രാജേഷും ആർ ശ്രീലേഖ ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുമാണ് നല്ലതെന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിക്കാണും. അതുകൊണ്ടാണ് അങ്ങനത്തെ തീരുമാനമെടുത്തത്. എന്തായാലും താൻ അതിനെയൊന്നും എതിർക്കുന്നില്ല. അത് പറയുമ്പോഴും താൻ ഇതൊന്നും കളഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതെന്തുകൊണ്ടെന്ന് അവർ പറയുന്നത് മറ്റു പ്രതിബദ്ധതയല്ല, തന്നെ വിജയിപ്പിച്ച ശാസ്ത്രമംഗലം വാർഡിൽ വിജയിപ്പിച്ച കുറേ പേരുടെ പ്രയത്നമുണ്ട്, ജനങ്ങളുടെ പ്രയത്നമുണ്ട്. അതുകൊണ്ട് താൻ കളഞ്ഞിട്ട് പോകുന്നില്ല, 5 വർഷം കൗൺസിലറായിരിക്കും എന്നത് തന്നെയാണ് ആർ ശ്രീലേഖ പറയുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ആർ ശ്രീലേഖയെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം, ബി.ജെ.പി. കോർ കമ്മിറ്റിയിലെ ഒരു മുതിർന്ന ഒരു നേതാവ് തന്നെയാണ് ആർ ശ്രീലേഖയെ മത്സരരംഗത്ത് കൊണ്ടുവരാനായി, കൗൺസിൽ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനായി കൊണ്ടുവരുന്നത്, ക്ഷണിക്കുന്നത്. അവരാദ്യം വിസമ്മതിച്ചതാണ്. പക്ഷേ പിന്നീട് ഒരു 4-5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അവരെ ചെന്ന് കണ്ട് അവരായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി. ഭരണം നേടിക്കഴിഞ്ഞാൽ മുഖം അവരായിരിക്കും, ആർ ശ്രീലേഖ ആയിരിക്കും മേയറാകുക എന്ന തരത്തിലുള്ള നമ്മളും അത് തന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതും വാർത്തകളിലൂടെ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരുന്നതും അങ്ങനെയാണ്. നമുക്ക് കിട്ടിയ സന്ദേശവും നമുക്ക് കിട്ടിയ വിവരങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ്. മേയർ സ്ഥാനാർത്ഥിയാണ് ശ്രീലേഖ, ബി.ജെ.പിയുടെ മേയർ ആണ് എന്ന തരത്തിൽ തന്നെ അവതരിപ്പിച്ചു എന്നത് അവർ പറയുന്നത് ശരിയാണ്. പക്ഷെ പിന്നീട് എന്തുകൊണ്ട് കൈയൊഴിഞ്ഞു എന്നതിൽ വ്യക്തമായ മറുപടി ഒരുപക്ഷെ ആ ശ്രീലേഖയ്ക്ക് തൃപ്തികരമായ മറുപടി നൽകാൻ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല, സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഈ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള കാരണവും, അല്ലേ? മോദി, ഇതിൽ അന്ന് അവസാന ദിവസം, അതായത് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെയാണ് നാടകീയമായി മാറ്റങ്ങൾ വരുന്നത്. ആർ ശ്രീലേഖയെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ RSSനുണ്ടായിരുന്ന ഒരു എതിർപ്പ്, അത് കാരണം പൊളിറ്റിക്കലായ ഒരു നിയമനം വേണം, അപ്പോയിൻമെൻറ്റ് വേണമെന്നുള്ളതായിരുന്നു. പിന്നൊന്ന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ, അത് മുരളീധർ പക്ഷത്തെ നേതാക്കളുടെ എല്ലാം തന്നെ ശക്തമായ ഒരു ചരടുവലിയെല്ലാം നടന്നു ഒരു വെച്ചത്. അപ്പോൾ ആ ഒരു വിഷയം മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനം ആർ ശ്രീലേഖയെ അവർ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നതല്ല, അവരെ മത്സര രംഗത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ ഉറപ്പ് നൽകി കൊണ്ടുവരുന്ന നേതാക്കൾ ആ ഉറപ്പ് നൽകും മുൻപ്
ഈ പറഞ്ഞ പാർട്ടിക്കകത്തും ആർ എസ് എസിലുമെല്ലാം ഒരു അഭിപ്രായ ഐക്യമുണ്ടാക്കി അല്ലെങ്കിൽ ആർ സിയിലേക്ക് മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അതിന് അനുകൂലമാണോ അല്ല അത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് വേണമായിരുന്നു കൊണ്ടുവരേണ്ടത് എന്നത് അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയുമാണ്. അപ്പോൾ എന്തായാലും അത്തരം അതിർത്തികളിലേക്ക് അവർ പോകുന്നില്ലെങ്കിൽ പോലും തന്നെ ഒരു മുഖമായി അവതരിപ്പിച്ച ശേഷം ഒഴിവാക്കിയതിലുള്ള വലിയ നീരസം അവർക്കുണ്ട്, വലിയ മനോവിഷമം അവർക്കുണ്ട്. കാരണം അവരുടെ പദവി വളരെ പ്രധാനമാണ്. അവർ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. കേരളത്തിലെ ആദ്യ വനിതാ DGP എന്ന ഒരു പദവിയാണ്, എന്ന ഒരു സ്ഥാനം അവർക്കുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ വേണ്ട രീതിയിൽ അവരെ പരിഗണിച്ചില്ല എന്ന മനോവിഷമം അവർക്കുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ മനോവിഷമം തന്നെയാണ് ഏതായാലും ആ മനോവിഷമം ഇപ്പോഴിതാ പൊതു അവസരത്തിൽ പറഞ്ഞിരിക്കുന്നു, പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ശ്രീലേഖ തുറന്നടിച്ചിരിക്കുകയാണ്. ചർച്ചകളിൽ തന്നെയാണ് BJPയുടെ മേയർ മുഖമായി അവതരിപ്പിച്ചിരുന്നത്. ആ നിലയിലായിരുന്നു ചർച്ചകൾക്കടക്കം പുറത്തേക്ക് വിട്ടിരുന്നത്. എന്നിട്ടും ഒടുവിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്ന് പ്രശാന്ത് കൃഷ്ണയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.